ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടെ എന്ത് വിശേഷങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ കുറച്ച് കുക്കിങ്ങും പിന്നെ നല്ല അടിപൊളി ഒരു ടിപ്സും ഉണ്ട് കേട്ടോ. മുടി കറക്കാനായിട്ടുള്ളത് അത് നമ്മുടെ പായ്ക്കിടുന്ന പോലെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അല്ലാതെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ഒത്തിരി പേര് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടി എന്നും പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയെന്നും കിട്ടുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അതിപ്പോൾ നമ്മുടെ മുടിയെ മാത്രമല്ല മീശയിലും താടിയിലും ഒക്കെ ആണുങ്ങൾക്കൊക്കെ തേക്കാൻ പറ്റിയതാണ്. അപ്പം അത് വലിയ നമ്മൾ എന്നാ ഒരുപാട് സാധനങ്ങളൊന്നും അതിനകത്ത് ചേരുന്നില്ല. നല്ല 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേരുന്നുള്ളൂ. അത് നമുക്ക് എൻ്റെ കയ്യിലൊക്കെ അത് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. 2 കാര്യങ്ങൾ കാര്യം എപ്പോഴും ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് 2 കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ അതില്ലാത്തൊരു അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചാൽ മതി. നല്ല ക്വാളിറ്റി ഉള്ള സാധനം നോക്കി മേടിക്കുക എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ കേട്ടോ. അങ്ങാടിക്കടയിൽ നല്ലത് കിട്ടും കേട്ടോ. ഞാൻ വനശ്രീയിലൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം നല്ല നമ്മൾ ഈ ലേഡീസ് സെൻ്ററിൽ നിന്നും അല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ എടുക്കാൻ പോകുമ്പോഴാണ് നമുക്ക് അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടാതെ. അങ്ങാടിക്കടയിൽ നിന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു മരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവരൊക്കെ ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പം ഇതെന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് കൂടുതലും തലമുടി നരച്ചവർക്കും പിന്നെ തലമുടി നരച്ച് തുടങ്ങുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. കാര്യം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പരട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരു മാറ്റവും ഇല്ല കാര്യത്തിൽ. അപ്പം തലമുടി നരച്ചൊക്കെ ഇതായിട്ടുള്ളവർക്കാണെങ്കിൽ ഡൈ ഒക്കെ ചെയ്ത് ഇതൊക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു ചില സമയം എടുക്കും. എന്നാലും നിങ്ങളത് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. മറ്റു പായ്ക്കിടുന്നുള്ള നിട്ടെടുക്കൊന്നും വേണ്ട. നിങ്ങൾ ഇത് തലയിൽ തേച്ചാൽ മാത്രം മതി. അത് എന്നാന്നുള്ളത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ചിലർക്ക് തണുപ്പൊക്കെയാണ് നീർവീഴ്ചയൊക്കെ ഉണ്ടാകുന്നത്. അതിനുള്ള സംഭവം അതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുക്കിങ്ങിൻ്റെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കറിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഊണിനുള്ള കറിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയൊക്കെ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നമുക്ക് ഈ ടിപ്സ് എന്നാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എല്ലാവരും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ എല്ലാവരും ചെയ്യുക. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ മുടിയുടെ ഇതിട്ടായിരുന്നു. അത് ഞാൻ 2 ദിവസം പഠിപ്പിച്ച് ഞാനും തേക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ എല്ലാവരും 2 ദിവസം അടുപ്പിച്ച് അച്ഛൻ്റെ ചെറിയൊരു തലവേദനയൊക്കെ തുടങ്ങി കേട്ടോ, തണുപ്പ് പറ്റാതാവുന്നതിൻ്റെ. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 ദിവസം അടുപ്പിച്ച് ഞാൻ തേക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും കൂടെ ഉള്ളു. അച്ഛൻ 2 ദിവസം തേച്ചുള്ളൂ. അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇനി വേണ്ട തണുപ്പാകുന്നത്. ഞാൻ വന്ന് പെരട്ടുണ്ടാകുന്നില്ല. അച്ഛന് ഒന്നാമത് എന്നാന്നറിയോ, കൊച്ചു കുളിക്കുന്ന എപ്പോഴാണെന്നറിയോ, വൈകിട്ടാണ് കുളിക്കുന്നത്. രാത്രി ആകുമ്പോഴത്തേക്കാണ് കുളിക്കുന്നത്. ഞാൻ അതിനകത്ത് പ്രത്യേകം പറയുന്നത് സന്ധ്യ ആകുമ്പോൾ നമ്മൾ തണുപ്പ് വീഴുന്ന സമയമാണ്. ഉള്ള അസുഖങ്ങളെല്ലാം മനുഷ്യർക്ക് പുറത്തിറങ്ങുന്ന സമയമാണത്. ഏത് അസുഖമാണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴാണ് നമുക്ക് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കുളിക്കുവാണെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല. പക്ഷേ എല്ലാവരും തന്നെ ജോലിയെല്ലാം തീർന്നതിന് ശേഷം കുളിക്കാനായിട്ടിരിക്കും. അതാണ് കുഴപ്പം വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ മുടി കറക്കാനുള്ള അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടിപ്സാണ്. ഞാനതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ മുടിയൊക്കെ ചെമ്പ് കളറായിട്ടുള്ളവർക്കൊക്കെ മുടിക്കൊക്കെ നല്ല കറുപ്പ് കിട്ടും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോയിലൂടെ കാണിക്കാമേ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് രാവിലെ വെക്കുന്ന കറിയാണ്. സവോളയും പച്ചമുളകും കൂടെ വഴറ്റാനായിട്ട്. സവോള വലിയ കട്ടിയിലൊന്നുമല്ല അരിഞ്ഞേക്കുന്നത്. കാരണം കുറച്ച് തന്നെയാണ് അരിഞ്ഞേക്കുന്നത്. അപ്പം ഉരുളൻകിഴങ്ങ് മാത്രമായിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് മസാലയൊന്നും ചേർത്തിട്ടില്ല. ഉരുളൻകിഴങ്ങ് മാത്രമായിട്ട് വേവിക്കാനായിട്ട് വെച്ചു. ഉരുളൻകിഴങ്ങ് വെന്തു. അത് വേവിച്ചതിന് ശേഷമാണ് ഞാൻ സവോളയും പച്ചമുളകും ഇങ്ങനെ വഴറ്റുന്നത് കേട്ടോ. അപ്പോൾ സവോളയും പച്ചമുളകും ഒരു ശകല ഉപ്പ് ഞാനത് ചേർക്കും. കാര്യം കിഴങ്ങ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ശകല ഉപ്പും കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. ഇത്രയും ചേർത്താൽ മതി. എന്നാന്ന് വെച്ചാണല്ലോ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ചേക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. അപ്പോൾ സവോള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ശകല ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇവിടെ കിടന്നൊന്ന് വഴന്നെടുക്കട്ടെ. സവോളയും പച്ചമുളകൊക്കെ. എന്നിട്ട് നമുക്ക് ബാക്കി ചേർക്കുന്നതിനൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണാം. സവോള നല്ലപോലെ വഴറ്റി കേട്ടോ. വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് വേണ്ട മസാലയൊക്കെ ചേർക്കാം. മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. മല്ലിപ്പൊടി വെജിറ്റബിൾ മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് നമ്മൾ എടുക്കുന്ന കിഴങ്ങിൻ്റെയൊക്കെ അനുസരിച്ചാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചപ്പ് മാറ്റും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർക്കുക. ഇപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് ചേർക്കുമ്പോൾ ഒത്തിരി വെള്ളം പാടില്ലേ. നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിലാണ് ഞാൻ വേവിക്കുന്നത്. ഒരുപാട് വെള്ളത്തിലല്ല വേവിക്കുന്നത്. ഉരുളൻകിഴങ്ങ് എന്നാൽ വേവുകയും ചെയ്യണം. ഇതിപ്പോൾ നല്ലപോലെ ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. തൊടുന്നത് അങ്ങ് പൊടിയുന്നുണ്ട്. മൊത്തം നമ്മൾ ഉരുളൻകിഴങ്ങ് പൊടിച്ച് കളയല്ലേ. കുറച്ചൊന്ന് ഉരുളൻകിഴങ്ങൊന്ന് ഉടച്ച് ഇതിനകത്ത് ചേർക്കണം.
എന്നിട്ട് ഇതിലേക്ക് ചെയ്യേണ്ടത് രണ്ടാം പാൽ, തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചാണ്. രണ്ടാം പാലാണ് നമ്മളിതിനകത്ത് ആദ്യം ഒഴിക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കാതിരുന്നതെന്ന് വെച്ചാൽ രണ്ടാം പാലാണ് നമ്മളിതിനകത്ത് ചേർക്കുന്നത്. അതിനകത്ത് കിടന്ന് ഈ സവോളയും ഉരുളൻകിഴങ്ങും കൂടെ ഒന്നും കൂടെ ഈ മസാലയെല്ലാം കൂടെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാകണം. സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് കുറച്ച് ഒരു എല്ലാം ഒന്നും ഉടയ്ക്കരുത് കേട്ടോ. ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ ഉരുളൻകിഴങ്ങ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒത്തിരി അങ്ങോട്ട് ഉടച്ച് വല്ലാതാക്കണ്ട. ഞാൻ ചെറുതായിട്ടാണ് കേട്ടോ ഇത് അമർത്തുന്നത്. ചിലത് നല്ല ഇതായിട്ടങ്ങ് നമ്മളതിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവേ. ഉപ്പ് വേണോ എന്നൊക്കെ നോക്കി വെച്ച് പിന്നെ ഒട്ടും ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർക്കാം. അതല്ലെങ്കിൽ ഒന്നാം പാലും കൂടി ചേർത്തതിന് ശേഷമേ നോക്കാവുള്ളൂ. ഇപ്പോൾ ആവശ്യമുള്ള ഉപ്പുണ്ട്. നമുക്കിനി ഒന്നാം പാലും കൂടെ ചേർത്തതിന് ശേഷം വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് കറിവേപ്പില ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിവേപ്പില എൻ്റെ ഇരിപ്പില്ല, അതുകൊണ്ടാണ് കറിവേപ്പില ചേർക്കാതിരുന്നത്. കറിവേപ്പില നമ്മളെ വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റാൽ മതി. വേറെ ഒന്നും നമ്മൾ ആവശ്യമില്ല. വെച്ചൊക്കെ അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് കൊള്ളാം കേട്ടോ. അപ്പോൾ ഇത് തിളക്കട്ടെ നല്ലപോലെ തന്നെ. നമ്മുടെ കിഴങ്ങറി നല്ലപോലെ ഒന്ന് തിളച്ചു. ഇത് നമ്മൾ ആ കിഴങ്ങൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തോണ്ടാണ് ഇത്രയും കൊഴുപ്പ് കറിക്ക് വന്നിരിക്കുന്നത് കേട്ടോ. എന്നാൽ കിഴങ്ങെല്ലാം നല്ലതായിട്ടുണ്ട് താനും. അപ്പോൾ ഇത് നല്ലപോലെ ഇനി തിളച്ചു. ഇതിലേക്ക് ഇനി നമ്മൾ ഒന്നാം പാലും കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാം പാൽ നമ്മൾ ഇച്ചിരി തിക്കായിട്ടുള്ള പാലല്ലേ ഒഴിക്കുന്നത്. ഒന്നാം പാലും കൂടെ ഒഴിച്ചു. എന്നിട്ട് തീ തീരെ കുറച്ച് വെച്ചേക്കണേ. ഈ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ തിളക്കരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഒരു പിരിപെരാന്ന് പിരിഞ്ഞ് കിടക്കും. അതിനാണ് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളപ്പിക്കല്ലെന്ന് പറയുന്നത്. ഇത് ഇനി ഇച്ചിരി തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഇച്ചിരി തിക്കാകും. എന്നാലും ഇതിപ്പോഴും കുറുകിയ ചാറ് തന്നെയാണ്. ഉപ്പ് നോക്കട്ടെ. ശകലം ഉപ്പാണ്, ശകലം. ഇത് എത്ര കിഴങ്ങറി ഇഷ്ടമില്ല എന്ന് പറയുന്നവർക്കുണ്ടല്ലോ ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവേ. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആ തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇനി ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കാണാവേ. ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ തുടങ്ങണേ. ഇതുണ്ട് ഞാൻ പറഞ്ഞില്ലേ, കറി നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആവുമെന്ന് പറഞ്ഞില്ലേ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങളിനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ ടിപ്സിന് വേണ്ടത് നല്ല വെളിച്ചെണ്ണയാണ്. നല്ല വെളിച്ചെണ്ണ വേണം, നല്ല സൈസ് വെളിച്ചെണ്ണ വേണം കേട്ടോ. അപ്പം വെളിച്ചെണ്ണ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത്, ഇതിപ്പം എനിക്ക് തോന്നുന്നൊരു കുഞ്ഞ് സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് എണ്ണ കാണും കേട്ടോ. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നീലയാമരിയാണ് ചേർക്കുന്നത്, 1 സ്പൂണ്. പിന്നെ 1 സ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടാണ് ചേർക്കുന്നത്. ഇത്രയും മാത്രം മതി കേട്ടോ നമുക്കിതിനെ. ഇതെടുത്തതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്, അപ്പോൾ അതിങ്ങനെ എടുക്കാം വിചാരിച്ചു. അതും 1 സ്പൂൺ എടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഈ എണ്ണയ്ക്കകത്ത് ഇത് ചേർക്കുക. ഇത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ്. ഇപ്പം തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി. ഇതുണ്ട്, കറുപ്പ് കളറായി. ഇത് നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇത് ഡയറക്റ്റായിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കരുത് ഈ എണ്ണ. അങ്ങനെ ചൂടാക്കിയാൽ ഇതിൻ്റെ ഗുണവും പോകും, നമ്മുടെ മുടി തൊട്ട് കറക്കത്തുമില്ല. ആ കറുപ്പ് കളർ എണ്ണയ്ക്ക് കാണും, പക്ഷെ മുടി കറുത്ത് കിട്ടത്തില്ല കേട്ടോ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പറയാവേ. ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ച് നല്ലപോലെ, ഇപ്പോൾ ഇത് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് തീ ഓഫ് ചെയ്യരുത്. ഓഫ് ചെയ്യാതെ തന്നെ തീ കുറച്ച് വെച്ച് ഇതിനകത്ത് ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്ത് വേണം കേട്ടോ ചൂടാക്കാനായിട്ട്. ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കുക.
വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ചിടണേ, അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കുന്നത് തെറിച്ച് ഇതിനകത്തേക്ക് വീഴും. ഇതിനകത്ത് ശകലം പോലും വെള്ളം ചേരരുത്. നമ്മൾ ഡയറക്റ്റായിട്ട് അടുപ്പ് വെച്ച് ചൂടാക്കുകയും ചെയ്യരുത്. ഇതിനകത്തിട്ട് വെച്ച് നല്ലോണം ചൂടാക്കുമ്പോഴത്തേക്ക് എണ്ണ ചൂടായി വരുമ്പം തന്നെ അതിൻ്റെ കളർ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിപ്പോൾ കുറേശ്ശെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. 2 ആഴ്ചത്തേക്കുള്ളത് വെച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി, ഒത്തിരി ഉണ്ടാക്കി വെക്കണ്ട. എണ്ണ നല്ലപോലെ ചൂടായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത് കണ്ടോ, പനിക്കൂർക്കയുടെ ഇല 1 2 ഇല അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ട് കൊടുക്കുക. എണ്ണയ്ക്കകത്ത് കിടന്ന് ചൂടടിച്ച് അതങ്ങ് വാടിക്കോളും. ഇത് ഇന്നിങ്ങനെ നീർവീഴ്ചയൊക്കെ ഉള്ളവർക്ക് മാത്രം മതി കേട്ടോ. തണുപ്പൊക്കെ, നെല്ലിക്കയൊക്കെ തണുപ്പല്ലേ, അപ്പോൾ ആ തണുപ്പ് പറ്റിയല്ലാത്തവർക്ക് മതി. അല്ലാത്തവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, ഈ പനിക്കൂർക്കയില ചേർക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇത് നമ്മൾ ഇതിനകത്ത് കിടന്ന് ചൂട് ഈ ഇല നല്ലപോലെ അതിൻ്റെ ആ നീരിനകത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മളിത് എണ്ണ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഇല അങ്ങ് മാറ്റിയേക്കണേ. ഈ ഇല എടുത്തങ്ങ് അതിൽ നിന്നങ്ങ് മാറ്റിയാൽ മതി. ഇത് കണ്ടോ, എണ്ണയുടെ കളർ കണ്ടോ. ഇത് ഓരോ ദിവസം ഇരിക്കും തോറും ഈ എണ്ണയ്ക്ക് ഭയങ്കര കറുപ്പായിക്കൊണ്ടിരിക്കും കേട്ടോ. ഓരോ ദിവസം കഴിയും തോറും എണ്ണ നല്ല കട്ട കറുപ്പ്. ഞാൻ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം തലയിൽ എണ്ണ തേക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ എന്നോട് എല്ലാവരും ചോദിച്ചു, നീ എണ്ണ ഉണ്ടാക്കുന്നൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു വീഡിയോയിൽ. അപ്പം എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എണ്ണ തീർന്നിട്ടാട്ടെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ എല്ലാ ദിവസവും ഒന്നും പറ്റുന്നില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ പറ്റുള്ളൂ. എല്ലാ ദിവസവും നമ്മളിത് ട്രൈ ചെയ്യാമെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇത്രയും മതി. ഇത്രയും എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാവേ. അപ്പം നമ്മുടെ എണ്ണ വേണ്ടേ നല്ലപോലെ ഞാൻ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഓരോ ദിവസം ഇരിക്കും തോറും ഉണ്ടല്ലോ ഇതിന് നല്ല കറുപ്പ് കളറാകും കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ നല്ലപോലെ തണുത്തതിന് ശേഷമേ ഒരു പാത്രത്തിൽ, ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടാണ് എടുത്ത് വെക്കുന്നത്. എന്നാന്നറിയാം, നമുക്ക് സ്പൂൺ ഇട്ട് ഇങ്ങനെ ഇളക്കി വേണം ദിവസം നമ്മൾ ഈ എണ്ണ എടുത്ത് തലയിൽ തേക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ മട്ട അടിയിൽ അടിഞ്ഞ് വെച്ച് മേളിൽ എണ്ണ തെളിഞ്ഞ് കിടക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല. ഇത് ഓരോ ദിവസം നമ്മൾ ഈ എണ്ണ എടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. നമ്മളിങ്ങനെ കുലുക്കി എടുത്താലൊന്നും അത് വരത്തില്ല. ഞാൻ അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. പ്രാവശ്യം ഞാൻ ചെറിയൊരു പൊട്ടുന്ന കുപ്പിക്കകത്താക്കി വെച്ചായിരുന്നേ. പക്ഷേ സ്പൂണൊന്നും അതിനകത്ത് ഇറങ്ങത്തില്ല. വെച്ച് മണ്ടയ്ക്കൂന്ന് എണ്ണ എടുത്ത് തേച്ചതല്ലാതെ അതിൻ്റെ അടിയിലെ ആ ഒരു പൊടിയെല്ലാം അവിടെ കിടന്ന്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എണ്ണ എടുക്കുമ്പോഴും നല്ലപോലെ ഇളക്കി വെച്ച് ഇത് തേക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുളിക്കുന്നതിന് 1/2 മണിക്കൂർ മുന്നേ നമ്മുടെ തലയിൽ തേച്ച് വെച്ചിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ കുളിക്കാനായിട്ട്. അതിന് മുന്നേ നമ്മൾ കുളിക്കാൻ കയറുന്നതിന് തൊട്ട് മുന്നേ തലയിലോട്ട് ഇത് പുരട്ടേച്ച് നമ്മൾ കുളിക്കാൻ കയറിയാൽ ശരിയാകത്തില്ല, തലമുടി പിടിക്കത്തില്ല. അതുപോലെ തന്നെ തലയിൽ ഇത് പുരട്ടിക്കൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുകയും ചെയ്യരുത്. ഈ ഒരു ഇത് തുണിയിലൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പൊടിയെല്ലാം അങ്ങ് പൊക്കോളും. അല്ലാതെ ഇങ്ങനെ തുണിയെ പറ്റത്തില്ല. കുളിക്കുന്നതിനും ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി കളയുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റ് ആയിക്കോളും. അല്ലെങ്കിൽ തലയിൽ ഈ എണ്ണ അല്ലെങ്കിൽ തലയിൽ പുരട്ടാം, നമ്മുടെ സ്കാൽപ്പിൽ മാത്രം പുരട്ടാം. തുണിയിൽ എന്നിട്ട് മുടിയിലോട്ട് അധികം പുരട്ടാതിരുന്നാൽ മതി. അങ്ങനെ വേണേൽ നമുക്ക് പുരട്ടാം. പക്ഷേ ഈ ഗുണം എന്നാണെന്നറിയാം, നമ്മുടെ നരച്ച് വരുന്ന മുടിയില്ല, ചോട്ടിന്നേ കറുത്ത് തുടങ്ങും ഈ എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ. 2 ദിവസം ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കാതിരുന്നേച്ച് മുടി കറുത്തില്ല എന്ന് പറയരുത്. ഇതുണ്ട് ഇപ്പോൾ ഒരു ചെറിയ പച്ച കളറും കൂടെ ചേർന്ന കളറാണ് വന്നിരിക്കുന്നത്. ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കുള്ള എണ്ണ ഇങ്ങനെ നോക്കാൻ നല്ല കറുപ്പാണ്. സ്പൂണിൽ നോക്കുമ്പോൾ കണ്ടോ, ഇതിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കണം കട്ട കറുപ്പാകും. ഞാൻ വീഡിയോയിൽ ഒത്തിരിയും പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഞാൻ തലയിൽ ഓരോ പായ്ക്കിടുന്ന സമയത്ത് ഈ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്.
പായ്ക്കൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതെന്തായാലും കയ്യിലിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കറുപ്പ് കളർ ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ വേറെ പിന്നെ ഒരു പായ്ക്ക് ഇടണ്ട, ഒരു ഹെന്നയുണ്ട, യാതൊന്നും വേണ്ട. ഇത് പിന്നെ ഞാൻ ഓരോന്നൊക്കെ ഇതിനകത്ത് ഹെന്നയുടെയൊക്കെ അല്ലാതെ ഈ ഓരോ കഴിഞ്ഞ ദിവസം വെറ്റിലയുടെയൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഈ എണ്ണ തേക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയാണ് അതൊക്കെ കാണിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ആ വീഡിയോസൊക്കെ ഇടുന്നത്. എണ്ണ തല തേക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ഇത് മാത്രം ചെയ്താൽ മതി. മുടി നല്ലപോലെ കറുത്തോളും. നര തുടക്കക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതാണ്. നര നല്ലപോലെ ഉള്ളവർക്ക് കുറച്ച് സമയം എടുക്കും കറുത്ത് വരാനായിട്ട്. തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല പ്രയോജനപ്പെടുന്നതാണ്. ഇത് ദിവസവും പുരട്ടണം. അതുപോലെ കൊച്ചു പിള്ളേരുടെയൊക്കെ മുടി നരയ്ക്കുന്നതിനും ഒക്കെ നല്ലതാണ് ഈ എണ്ണ. വേറെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് കുപ്പിയിലോട്ട് നമ്മൾ ഒഴിച്ച് വെക്കുമ്പം ഇതിനകത്ത് കിടക്കുന്നതിൻ്റെ ഈ ഒരു ഇലയുണ്ടല്ലോ, ആ ഇല അങ്ങ് മാറ്റിയതിന് ശേഷം വേണം ഈ എണ്ണ. അരിച്ചൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചാൽ മതി. ഇല അതിൽ നിന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്ത് കളഞ്ഞാൽ 2 ഇലയല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ആ ഇല മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. വേണ്ട ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് അതും കിട്ടിക്കോളും. ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. കളഞ്ഞേച്ച് ഈ എണ്ണ ഇതുപോലെ തന്നെ അങ്ങ് ഒഴിച്ച് ചൂടാറിയതിന് ശേഷം വേണം ചൂടോടുകൂടി ഒഴിച്ച് വെച്ച് അടച്ച് വെള്ളം ആവി വെള്ളം വീണ് കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് കനച്ച് പോകും. അതുകൊണ്ടാണ് പറയുന്നത് നല്ലപോലെ തണുപ്പാറിയതിന് ശേഷം. അതുപോലെ നേരിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കരുത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം അതിൽ വെച്ച് ഇത് ചൂടാക്കി എടുക്കാവുള്ളൂ. അങ്ങനെ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഉണ്ടാക്കി എടുത്ത് വെച്ചേക്കുന്നത്. ഇത് ഞാൻ ഒരു കുപ്പിയിലാക്കി വെക്കും. ഇത് ഞാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാവരും തേക്കുന്നുണ്ട് തലയിൽ ഈ എണ്ണ. ഞാൻ മാത്രമല്ല തേക്കുന്നത്, എല്ലാവരും തന്നെ തേക്കുന്നുണ്ട്. അപ്പം ഇത് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കുറച്ച് ഉച്ചക്കത്തേക്കുള്ള കറിയുടെയും കൂടെ ഒക്കെ ഒന്ന് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം കേട്ടോ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ ഈ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങും. അതൊക്കെ ഒന്ന് വെക്കട്ടെ. ഇന്ന് കിട്ടിയേക്കുന്നത് ആറ്റുമീനാണ്. കട്ടള എന്ന് പറയും. നല്ല അടിപൊളി മീനാണ് കേട്ടോ. അപ്പം നമ്മുടെ മീനെല്ലാം വെട്ടിയാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിത് മുറിച്ച് കറിയൊക്കെ വെച്ചാൽ മതി. അപ്പം ഞാനിതെല്ലാം മുറിച്ചൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. നമ്മുടെ മീൻ കറി വെക്കാനായിട്ടുള്ള ഉപ്പും പുളിയും എല്ലാം തിളച്ച് കേട്ടോ, മുളകൊക്കെ തിളച്ച്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ആ തലക്കഷ്ണമാണ് ഇടുന്നത്. ഇവിടെ ഈ തല കറി വെച്ച് ഇവർക്കാർക്കും ഇഷ്ടമില്ല കേട്ടോ, ഞാനാണ് അതിൻ്റെ ആൾ. പിന്നെ ചെറിയ കുറച്ച് പീസും കൂടി ഇട്ട് കറി വെക്കുവാണ്. നല്ല ടേസ്റ്റുള്ള മീനാട്ടോ ഇത് കറി വെച്ചാൽ. നല്ല പച്ച മീനുമായിരുന്നു. അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് നല്ലപോലെ വെട്ടിയെടുക്കാൻ പറ്റും. നമ്മൾ അത്ര പച്ച അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല പീസാക്കി എടുക്കാൻ ഭയങ്കര പാടാണ് മീൻ. അത് വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പം അങ്ങനെ നമ്മുടെ മീനെല്ലാം ഇനി ഒന്ന് തിളച്ച് സെറ്റാകട്ടെ. ഇവിടെ ഇരുന്ന് വേകട്ടെ. മീൻ ഞാനിങ്ങനെ റൗണ്ടിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് വറക്കാനായിട്ട്. ഇനി ഇതിൽ മസാലയെല്ലാം കൂടെ ചേർത്ത് ഇതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള മീൻ വറുത്തതൊക്കെ സെറ്റായി. പിന്നെ തോരൻ വെച്ചത് മുട്ടയാണ് തോരൻ വെച്ചത്. ഞാൻ മുമ്പ് ഒരുപാട് തവണ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇഞ്ചിയൊന്നും ഇടത്തില്ല, അല്ല സാധാരണ മുട്ടത്തോരനാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി. ഇത്രയാണ് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.